ഇത് ഗവൺമെൻറ് ഹൈസ്കൂൾ എഴുകുംവയൽ, ഇടുക്കി ജില്ലയിലെ എഴുകുംവയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളാണ് മുകളിലെ. നല്ല മനോഹരമായ റോഡും നല്ല കൃഷിയിടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ എഴുകുംവയൽ എന്ന് പറയുന്നത്. ഇത് എഴുകുംവയലിൽ നിന്നും നമ്മൾ തൂവലിലേക്ക് പോകുന്നൊരു റോഡാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതെല്ലാം ടാർ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടൊരു വർഷമൊക്കെ ആയിട്ടുണ്ട്. മനോഹരമായ കൊച്ചു കൊച്ചു വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിഭയങ്കരമായ വീടുകളൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കുറേ ഭംഗിയുള്ള കുറച്ച് ദൂരെ കാഴ്ചകളൊക്കെ കിട്ടും. അങ്ങേ സൈഡ് ഈട്ടിത്തോപ്പ് ആ ഭാഗങ്ങളൊക്കെയാണ്. ഇതിൻ്റെ നമ്മളീ വന്നതിൻ്റെ ഈ ഒരു സൈഡ് മോൾ വശത്തായിട്ടാണ് എഴുകുംവയൽ കുരിശുമലയൊക്കെ ഉള്ളത്. അങ്ങോട്ട് നമ്മൾ കയറി പോയില്ല. അങ്ങനെ നമ്മൾ കുറച്ചെങ്കിൽ ഇറങ്ങി വന്നപ്പം ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ കാണാം. കൂമ്പമ്മല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. വളരെ മനോഹരമായൊരു പള്ളിയാണിത്. സെൻറ്റ് ജോസഫ് ചർച്ച് കൂമ്പമ്മല. ആ സൈഡിൽ കൂടെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുരുമുളകൊക്കെ ഉണക്കാനിട്ട് അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് തൂവൽ എന്ന് പറയുന്ന ആ ഒരു മനോഹര ഗ്രാമത്തിലേക്കാണ്. എഴുകുംവയലിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നൊരു നാടൻ തനി നാടൻ ഗ്രാമമാണിത്. ആ പഴയ കുറേ കെട്ടിടങ്ങളും ഒക്കെ അതിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. ഇങ്ങനെ പഴയ ഓടിട്ട കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം കെട്ടിടങ്ങളും ആ പഴയ ആ ഒരു ഓടിട്ട രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. ഇതൊരു റേഷൻ കടയാണ്. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കടയുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്. ഇവിടെയാണ് ദിലീപിൻ്റെ തങ്കമണി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അവർ 1-2 കടകളൊക്കെ വേറെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൂവൽ സിറ്റിയുടെ കാഴ്ചകൾ. ഇവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് ആ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടം ഭാഗത്തേക്കൊക്കെ പോകാം. അപ്പുറം ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ റോഡെ മുന്നോട്ട് പോയാൽ നമുക്ക് തൂവൽ വാട്ടർഫാൾസിലേക്കും അല്ലെങ്കിൽ ഈട്ടിത്തോപ്പ് ഭാഗത്തേക്കൊക്കെ പോകാം. തൂവൽ വാട്ടർഫാൾസ് ഇപ്പോൾ വെള്ളമൊന്നും കാണുകയില്ലായിരിക്കും. പിന്നെ അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴി. എഴുകുംവയലിൽ തൂവൽ വാട്ടർഫാൾസിൻ്റെ ഒരു ലോഗോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം നമുക്ക് ഈ തൂവൽ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്ക്. നമ്മൾ ഈ കയറി ഇങ്ങോട്ട് എത്തുന്നിടത്തെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. ഈ തൂവൽ വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനൊക്കെ അവരവിടെ തന്നെ താമസിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അവർ എടുത്തു തരുവേ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിത്തോപ്പ് ഭാഗത്തേക്കൊക്കെ പോകാം. അവിടുന്ന് മൂന്നാർ സൈഡിലോട്ട് മാറാം. അപ്പം തൂവലിലേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ഇതാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മാലിന്യത്തിൻ്റെ. അപ്പോൾ ഈ ഒരു മൺറോഡയാണ് നമുക്ക് തൂവൽ വാട്ടർഫാൾസിലേക്കുള്ളൊരു എൻട്രൻസ്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഇവിടെ. കുറേയധികം സഞ്ചാരികളൊക്കെ വരുന്നതാണ്. ഇപ്പം വെള്ളം തീർത്ത് കാണുകയില്ല. അതായിരിക്കും ആരും ഇങ്ങനെ ഇല്ലാത്തതെന്ന് തോന്നുന്നു. അവിടുന്ന് അങ്ങനെ ആ വരുന്നൊരു പുഴയിൽ കൂടെയാണ് വെള്ളം ഇങ്ങോട്ടേക്ക് വന്ന് താഴേക്ക് പതിക്കുന്നത്. വേനൽ കടുത്തോടുകൂടി മരങ്ങളൊക്കെ ഇലയെല്ലാം പൊഴിച്ചങ്ങനെ നിൽക്കുന്നുണ്ടോ. ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ്, ഒരു സിഗ്നൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. നല്ല മഴയുള്ള സമയത്താണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി വരുവേ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയൊരു പാലവും ഗാർഡറും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കൈപിടിയും. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ പോയി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് നല്ല വ്യൂ ഒക്കെ കിട്ടും. അപ്പുറത്തേക്ക് കുറച്ച് വനമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ അതൊരു ഫോറസ്റ്റൊന്നുമല്ല. ആ ഭാഗത്തൂടെ ഒക്കെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. ഒഴുകി കുത്തിച്ചാടി വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് വേരുകളുള്ളൊരു ചേലമരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. ഇവിടെ എല്ലാം തണൽ വിരിച്ചേ. അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു വരുന്ന ആ ഒരു സൂര്യപ്രകാശമൊക്കെ കണ്ടോ. ഇതാണ് തൂവൽ വാട്ടർഫാൾസിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്.
വെള്ളമൊന്നും അങ്ങനെയില്ല, ചെറിയ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒഴുകിച്ചെന്നത് താഴെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു കണ്ടോ, അതൊരു കയം പോലത്തെ സ്ഥലമാണ്. കല്ലിടുക്കുകളാണ് അതിൻ്റെ ഉള്ളിലെല്ലാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ അകപ്പെട്ടിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. വരുമ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ഒരു വെള്ളമാണ് താഴോട്ട് ഒഴുകിച്ചെന്ന് നമ്മുടെ ചിന്നാർ ഡാമൊക്കെ ആയിട്ട് മാറുന്നത്. അത് ഇതിനിടയിൽ കൂടെ അങ്ങനെ പോയിട്ട് ഇടയ്ക്കുന്ന കുറച്ച് പുഴകളൊക്കെ കൂടെ വേറെ കൂടി ചിന്നാർ ഭാഗത്തേക്ക് അങ്ങെത്തും. ഇപ്പം നമ്മൾ എഴുകുംവയലിലെ തൂവൽ വാട്ടർഫാൾസിൻ്റെ അവിടെ കേട്ടോ. ഞാനിങ്ങനെ ഇരുന്നപ്പം ചുമ്മാ കയറി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുവരാം. നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് കയറി കഴിഞ്ഞാലേ, കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നുണ്ടോ. ഈ ഒരു സംഭവം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ചെയ്തിരിക്കുന്നതാണേ. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇതാ അവിടെ ഒരു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം കണ്ടോ, അത് അടഞ്ഞു കിടക്കുക. അത് നിർമ്മിക്കാനായിട്ട് ആ മുകളിലത്തെ സ്ഥലക്കാരൻ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തതാണ്. കറണ്ട് കണക്ഷൻ പോലും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു ചെറിയ വെള്ളം കുടിക്കാനോ ബാത്റൂമിന് ഉപയോഗിക്കാനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ്. അത് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതാണ് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിലേ ചാടി അങ്ങനെ താഴേക്ക് പോകും കേട്ടോ. മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടുന്നതാണ് നല്ലൊരു ഭംഗിയാണ്. ഇവിടെ കുറേ കൂടെയൊക്കെ വികസനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നൊരു മേഖല ഇവിടെ കൂടുതലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയി ഇന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കും. അപ്പോൾ ആ സമയത്ത് കൈയും കാലുമൊക്കെ തെറ്റി താഴോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, വളരെ അപകടം ഉണ്ടാവും. മൊത്തത്തിലിവിടെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ആറ്റുവഞ്ചിയൊക്കെ ഉണ്ട്. ഇതിലൊരു ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കയറി ഇന്ന് ഈ ഊഞ്ഞാലിലൊക്കെ ആടി പൊളിഞ്ഞ് രസിക്കുകയൊക്കെ ചെയ്യാവേ. കണ്ടോ, കുറച്ച് പൊക്കത്തിലുള്ളൊരു ഊഞ്ഞാല, ആറ്റുവഞ്ചി. അതുപോലെ ഈ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടെയെല്ലാം പാറകളിലെല്ലാം കുഴിയായിട്ടുണ്ട്. നമ്മൾ പെരുന്തേനരുവിയൊക്കെ കണ്ടപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ മഴയത്ത് നല്ല രീതിയിൽ വെള്ളം കയറി ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇത്രയും ഒരു വെള്ളമൊക്കെ ഇവിടെ ഉള്ളൂ. ഇതാണ് വലിയ പാറ ഗർത്തങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ടോ. വെള്ളം കാലാകാലങ്ങളിൽ ഒഴുകി കുഴിയായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈയും കാലും പെട്ടുപോയാൽ പിന്നെ ഒരു രക്ഷയില്ല. താഴ്ചയുണ്ട് അതിന് കേട്ടോ, നല്ല താഴ്ചയുണ്ട്. അവിടെയൊക്കെ പോയി നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പെണ്ണും ചെറുക്കനും കൂടെ താഴെ ഇറങ്ങി നിന്ന് സെൽഫി എടുത്താണ്. തെന്നി താഴെ പോയി പിടിച്ചു, എങ്ങനെയോ രണ്ടുപേരും പോയി മരിച്ചുപോയി. എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാരിക്കേഡിന് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിന് നടന്നു കഴിഞ്ഞാൽ താഴോട്ടും മുകളിലോട്ടുള്ള കാഴ്ചകളെല്ലാം നല്ലതായിട്ട് കിട്ടും. ഇവിടെ ഇറങ്ങി വലിയ സെൽഫിയൊന്നും എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുവാണ് കേട്ടോ. വെയിൽ അതികഠിനമാണ്. അവിടെ ഒരു ചെമ്പകമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ, വെള്ളച്ചെമ്പകം. ഇവിടെ എല്ലാം സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അടുത്തടുത്തായിട്ട്. ഇവർ ഈ ഒരു ഭാഗത്തൊന്നും അറ്റത്തോട്ടൊന്നും പോകരുത് കേട്ടോ. അങ്ങോട്ടൊക്കെ ഭയങ്കര ഗർത്തങ്ങളാണ്, വലിയ കുഴിയാണ് താഴോട്ട്. ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്, തൂവൽ സാനിറ്ററി കോംപ്ലക്സ്. ഇതിലെ മുകളിലോട്ടൊരു വഴിയുണ്ട്, അതിലേ പോയാൽ ഈ അരുവിയുടെ താഴെയൊക്കെ വരാൻ പറ്റുമേ. പക്ഷേ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, വെള്ളമില്ല. ചക്കയും ഇടിഞ്ചക്കയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചക്ക വേണോ? ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നാൽ ആ ഒരു പുഴയുടെ കിറമ്പ് തീർന്ന് ഇങ്ങനെയൊക്കെ വരാം നമുക്ക്. ഇവിടെ മുകളിൽ നിന്ന് നമുക്ക് ഈ താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടേ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരോട്ട് ഒരുപാട് മലനിരകളൊക്കെ കാണാം. അങ്ങേ സൈഡ് ഇട്ടിത്തോപ്പ് ഭാഗങ്ങളൊക്കെയാണേ. ഇപ്പോൾ നമുക്കിനി മെല്ലെ താഴോട്ട് പോവാവേ. ഇവിടേക്ക് വരാനായിട്ട് നമ്മുടെ കട്ടപ്പനയിൽ നിന്നും എഴുകുംവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരിക. അവിടെ നിന്നും തൂവൽ വാട്ടർഫാൾസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് പോരാനായിട്ട് നല്ല റോഡാണ് എഴുകുംവയലിൽ നിന്ന് മുകളിലേക്ക്. കുരിശുമല കയറി വരുന്ന വഴിക്ക് വന്നാൽ മതി. ഇവിടെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക. ഇത് എരിക്ക്
മുള്ളുമുരിക്ക എന്നൊക്കെ പറയുന്നൊരു മരമാണ്. ഇത് നിറച്ച് മുള്ളാണ് കേട്ടോ. ഇതിനൊരു ചുവന്ന പൂവൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ചെമ്പകം കണ്ടോ, ചെമ്പകത്തിൽ പൂവൊന്നുമില്ല, അവലയിലൊക്കെ ഓരോ പൂവുള്ളൂ. അത് ദൂരോട്ടാണ്. ഇനിയിപ്പോൾ അത് സൂം ചെയ്യാൻ പോയിട്ട് നമ്മൾ കൈയും കാലും തെറ്റി താഴോട്ട് പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പാലത്തെ കൂടെ തന്നെ അപ്പുറത്തേക്ക് പോകാം കേട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളെന്താ പറയുക, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുഴിയൊക്കെ ആയതുകൊണ്ടേ ആ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ആ വെള്ളം താഴോട്ട് ഒഴുകുന്ന കാഴ്ചകൾ ഒന്നും കൂടെ കണ്ടേക്കാം. വളരെ കുറച്ച് വെള്ളമുള്ളൂ, അതിലെ കുതിച്ച് ചാടി ഒഴുകുന്ന വെള്ളം നല്ലോണം ഉള്ളപ്പോഴേ. ഇനി നമുക്ക് പോയേക്കാം അല്ലേ. ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു എന്തോ പോലെ എന്ന് പറഞ്ഞ പോലെയാ. ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഒരു നല്ലൊരു ഗുമ്മ വഴിയാണേ. അപ്പോൾ തൂവലിലെ കാഴ്ച കണ്ടില്ലേ, വെള്ളമില്ല. നമ്മളതിന് മുമ്പും ഇവിടെ ഒന്ന് വെള്ളമില്ലാത്തതും വെള്ളമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വഴിക്കൊക്കെ വരുമ്പോൾ നമ്മളെ ഇതൊന്നും കണ്ടുപോയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇറങ്ങിയതേ. പിന്നെ ആൾക്കാരും ഇല്ല. അപ്പോൾ നമുക്ക് മെല്ലെ മുകളിലെ റോഡിലേക്ക് കയറി പോവാം. ഇവിടെ റോഡ് നന്നാക്കിയെങ്കിലും പാലം പണിതില്ല കേട്ടോ. ചെറിയ വീതി കുറഞ്ഞൊരു പാലമാണ്. അക്കരെ അമ്പലത്തിൽ ഉത്സവ ബലി എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെണ്ടമേളത്തിൻ്റെ സൗണ്ട്. തൂവലിലെ അമ്പലവും ഒരു കുരിശുപള്ളിയൊക്കെയാണേ. അവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വൈകിട്ടൊക്കെ ആയിരിക്കും പരിപാടി. ഇവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. പിള്ളേർ എന്തെങ്കിലും ഗാനമേള എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു സ്ഥലമൊക്കെ കണ്ടോ. ഇനി ഈ ഒരു റോഡേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തൊരു മെയിൻ റോഡുണ്ട്, അവിടെ പോയി കയറാം. ഈ ഗ്രാമക്കാഴ്ചകൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ തോട്ടങ്ങളുടെ എല്ലാം ഇടയിൽ കൂടെയുള്ള ഒരു ഗ്രാമപാത നല്ല അടിപൊളിയായിട്ട് റബ്ബറൈസറൊക്കെ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള റോഡുകൾ എല്ലായിടത്തും വേണം. ഇത് കുറഞ്ഞ മേഖലകളിൽ മാത്രമേ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. നാട്ടുമ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ വഴിയും നല്ല അടിപൊളി വഴിയാണ്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ചില ഭാഗങ്ങളിൽ നല്ല വഴി, ഇല്ലെങ്കിൽ മോശം വഴി. കൂടുതലും മോശം വഴിയാണ് കേട്ടോ. ഇനി മുകളിലോട്ട് നല്ലൊരു കയറ്റമാണേ. നല്ല തോട്ടം മേഖലയൊക്കെ അതോടുകൂടി ഉണ്ടല്ലോ. ഇവിടെ നല്ല വളരെ മനോഹരമായ ഒരു വീടും ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് വീടുകൾ വലുതൊക്കെ. ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു മറ്റൊരു മെയിൻ റോഡിലേക്ക് നമ്മൾ ചെന്ന് കയറുവേ. നമ്മൾ ഈ റോഡിൻ്റെ ആ താഴെ നിന്നുള്ള ആ ഉണ്ടോ 10 വളവെന്ന് പറഞ്ഞ് ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ റോഡ് നേരെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ മുരിക്കാശ്ശേരി ചിന്നാർ ആ മേഖലയിലോട്ടാണേ. ആ കാറ് പോകുന്ന വഴി ഇവിടുന്ന് താഴേക്ക് നെടുങ്കണ്ടത്തേക്ക് കേട്ടോ. വേണ്ട ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നെടുങ്കണ്ടമാവും. അപ്പം നമ്മൾ ആ തൂവൽ ജംഗ്ഷനിൽ നിന്ന് നെടുങ്കണ്ടം റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഈ റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ. മുരിക്കാശ്ശേരി നെടുങ്കണ്ടം റോഡാണേ. ഇവിടെയെല്ലാം മൊത്തത്തിൽ നല്ല അടിപൊളി കാർഷിക മേഖലയും കൂടെയാണ്. പിന്നെ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. നെടുങ്കണ്ടത്തേക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളേ. ഈ വഴിക്ക് എറണാകുളത്തേക്കൊക്കെ ബസ്സുണ്ട് കേട്ടോ. നെടുങ്കണ്ടത്ത് നിന്നും മുരിക്കാശ്ശേരി വഴി എറണാകുളം പോകുന്ന വണ്ടിയൊക്കെ ഉണ്ട്. ചെറുതോണി കരിമ്പൻ അങ്ങനെ ഇറങ്ങി. എങ്ങനെയുണ്ട് റോഡ്? നല്ല കിടിലൻ റോഡല്ലേ. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, പച്ചടിക്കട എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ വീട് ഇവിടെ തന്നെയാണ്. അതിനോട് ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഹട്ടുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും ടൂറിസം തന്നെയുള്ളൂ മെയിനായിട്ട്. അതേ ഇവിടെ കൂടുതൽ വിജയിക്കുള്ളൂ. ഇവിടെ നല്ലൊരു പോയിന്റ് ഉണ്ട്. കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ. ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒരു കുരിശുപള്ളിയുടെയൊക്കെ. ഇതാണ് കുരിശുപാറ ജംഗ്ഷൻ കേട്ടോ. താഴെ 1-2 വീടുകളൊക്കെ ഉണ്ട്. കുരിശുപാറ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ താഴെ ഒരു കപ്പേളയുണ്ട്, മുകളിലൊരു കുരിശുപള്ളിയുണ്ട്. ഇതാ അവിടെ കണ്ട
വളരെ ഭംഗിയുള്ളൊരു കാഴ്ച കിട്ടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കുറേ വ്യൂ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി അപ്പടി കാറ്റാ. എല്ലാം നമുക്കൊന്ന് കയറി നോക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ടായിരുന്നു ആദ്യം ഇവിടുത്തെ ഒരു വീഡിയോ ഒന്ന് എടുത്തത്. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് നോക്കിയപ്പോഴാണ് ഈ കുരിശുപള്ളിയുടെയൊക്കെ ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ഈ താഴെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശുപള്ളിയും പിന്നെ മുകളിലൊരു അതായത് കുരിശടിയാണ് താഴെ, മുകളിലൊരു കുരിശു പള്ളി ആ പാറപ്പുറത്ത്. ഒരുപാട് മനോഹരമായൊരു കാഴ്ച നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂ സ്കൈക്കുള്ളിലൊക്കെ ആയിട്ട് ഈ കുരിശുപള്ളിയും കുരിശടിയൊക്കെ കൂടെ കാണാനായിട്ട് ഭംഗിയില്ലേ? ആ കാറ്റാണ്, എന്നാലും നമുക്ക് മുകളിലേക്കൊന്ന് കയറിയിട്ട് വരാം കേട്ടോ. ഈ പള്ളിയുടെ അപ്പുറമേ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇതിലെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടേ. അവിടെ കണ്ടോ ഒരു ഓടിട്ട വീടൊക്കെ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മറ്റൊരു ഭംഗിയായിട്ടാണ് കാണുന്നല്ലേ. ഇത് വഴി കുറേ മുന്നോട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കോൺക്രീറ്റ് പാതയാണേ. ഇതിൻ്റെ ഇരു സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് അങ്ങനെ നോക്കുമ്പോഴേ വലിയ മലനിരകളൊക്കെ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നതാണ്. തീയെല്ലാം കത്തി ഉണങ്ങി സെറ്റായി നിൽക്കുകയാണേ. പിന്നെ ആ ഒരു ഭാഗത്തെല്ലാം കുറച്ച് തോട്ടങ്ങളുണ്ട്. പച്ച നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഏലത്തിനൊക്കെ വെയിലടിക്കാതെ. അപ്പോൾ ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ദൂരം തന്നെ അങ്ങോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് വരാമായിരുന്നു. ഒരുവിധ കാറ്റുണ്ടേ. ഒരു നിരന്ന ഭയങ്കര ഒരു പാറ തന്നെ കേട്ടോ. താഴെ മുതൽ ഇങ്ങോട്ട് ഈ ഒരു ഏരിയ മൊത്തം കിട്ടും. ഈ പാറപ്പുറത്തോടെ ഇങ്ങനെ അതിന് മുകളിൽ കൂടെ അതിൻ്റെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ പ്രകാശിലെ ടവർ വരെ കാണാമല്ലോ. ഈട്ടിത്തോപ്പ് ഭാഗമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അങ്ങോട്ട് കാഴ്ചകൾ. ഒത്തിരി ദൂരം പിന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. അത് ഞാൻ ഇവിടം വരെ വന്ന് ഇവിടെ വന്ന് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളും കൂടെ കുറേ കാണാൻ പറ്റുന്നുണ്ടേ. അപ്പോൾ നമുക്കിനി താഴെ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചിറങ്ങി പോകാം. ഈ കുരിശുപള്ളിയുടെ അടുത്ത് ഇവിടെ കടയുണ്ടേ. ചായയും കാപ്പി നാരങ്ങാവെള്ളമൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ചോറ് കൊണ്ടുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഉള്ളോട് ചോദിച്ചിട്ട്. ദേവിയുടെയും തിരുവുത്സവത്തിൽ പങ്കുചേർന്ന് ഭഗവത് ചൈതന്യത്തിന് പാത്രീഭൂതരാകുവാൻ ഭക്ഷണം കഴിച്ച കടയിലെ ചേട്ടൻ ഒരു മോട്ടോർ വൈൻഡിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. പേരെന്നാന്നേ? സാബു. ഇവിടെ കുരിശു പറയാം താമസം അല്ലേ? കുറേ കാലമായിട്ട് ചെയ്യുന്ന പണി ചെയ്തല്ലേ? അതെ. അപ്പോൾ ഇതുപോലുള്ള പണികളൊക്കെ പിന്നെ പുള്ളിക്ക് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അത്യാവശ്യം ചായ കാപ്പി ചെറുകടികളൊക്കെ ഉണ്ട്. ഇതാ പലഹാരങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ. ഞങ്ങളെ ഒരു ചെറിയ മിനി ബേക്കറി കൂൾബാർ. നമ്മളിവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതെവിടെ ഇരുന്ന് ഈ കുരിശുപള്ളിയിലോട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് നല്ല ഭംഗിയുള്ള നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലം ഇത് കേട്ടോ. ഇതിവിടെ ഒന്ന് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ സ്ഥാപിച്ചേട്ടാ ശരി. ഇവിടെ മുകളിൽ മാത്രമല്ല ഭംഗിയുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ലൈബ്രറിയൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഇവിടെയും ഉണ്ടൊരു കടയൊക്കെ. ഈ ലൈബ്രറിയുടെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാനൊരു പോസ്റ്റൊക്കെ ഇട്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രോഗ്രസ് പബ്ലിക് ലൈബ്രറി പച്ചടി. അപ്പോൾ കൊള്ളാം. ഈ ഉണങ്ങിയല്ല ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന വാഗമരങ്ങളാണ് ഇതൊക്കെ. ഇത് കാണാനൊരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട്. ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. ഇവിടെയും ഒരു കടയുണ്ട്. അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാണ്ട് ചേട്ടാ ചുമ്മാ ഇരിക്കുക. ഞാനിവിടുത്തെ പ്രകൃതി ഭംഗികളൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചാണ്. ഞാൻ കട്ടപ്പനയാണ്. ആ പരിചയപ്പെടാനല്ലേ? ആയിക്കോട്ടെ, ചോദിച്ചോ. കട്ടപ്പന ലപ്പക്കട കാഞ്ചിയാർ. ആ ആണല്ലേ? പേരെന്നാ? മാണിക്കൊച്ചല്ലേ? ഇവിടെയാ ആണല്ലേ? ആ ആ ആ. കട നമ്മുടെയാ? നടത്തുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടെ? ആ. അപ്പം ഞാനിവിടുത്തെ ഈ വഴി വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച്. വണ്ടി അപ്പുറം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കടയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് വഴി പോകുന്നുണ്ട് കേട്ടോ. അതും വീടുകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകുന്നൊരു വഴിയാണ്.
അതിനെക്കാട്ടും ഉപരി വീണ്ടും കുരിശുപള്ളി കാണിച്ചെന്ന് പറയരുത്. ഇവിടെ ഒന്ന് നോക്കുമ്പോഴും ആ ഒരു പള്ളിയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ, ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ. ഇതാണ് ഈ പച്ചടി കുരിശുപാറയിലെ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ. എന്നാ പറഞ്ഞേ? എവിടെ താമസിക്കുന്നത്? മണ്ടല്ലേ. എത്രല്ല പഠിക്കുന്നത്? 6. ഇന്ന് പോയില്ലേ? പരീക്ഷ കഴിഞ്ഞോ? അക്ഷയ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ശരി എന്നാൽ. വിനോ ഇടുക്കി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു 10 ദിവസം കഴിഞ്ഞ് കിട്ടും. ഓക്കെ. അങ്ങനെ നമ്മൾ കുരിശുപാറയിൽ നിന്നും നെടുങ്കണ്ടം ഭാഗത്തേക്ക് യാത്ര തുടരുകയാണ്. ഈ റോഡ് ഇനി മുകളിലോട്ട് നല്ലൊരു കയറ്റം തന്നെയാണ്. അപ്പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി ബ്ലൂ സ്കൈ ഒക്കെ വരുന്നുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴക്കാറായിരുന്നു, ഇന്നിപ്പോൾ വെയിലായി. ഇത് ആട്ടുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ. ഇവിടുന്ന് നെടുങ്കണ്ടത്തിന് ഇനി കുറച്ച് ദൂരം കൂടെ. ഇപ്പം നെടുങ്കണ്ടം ചക്കക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം, നെടുങ്കണ്ടം ടൗണിനോട് ചേർന്നിട്ടുള്ള ഹൗസിംഗ് കോളനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടേ. ഇപ്പം നമ്മൾ നെടുങ്കണ്ടം പച്ചടിക്കവല എത്തി കേട്ടോ. ഇതാണ് പച്ചടിക്കവല എന്ന് പറയുന്നത്. ആ മുന്നോട്ട് കിടക്കുന്ന അത് കട്ടപ്പനയ്ക്കൊക്കെയുള്ള റോഡ്, അതായത് കിഴക്കേക്കവല. ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നെടുങ്കണ്ടം ടൗണ്, മുന്നോട്ട് പടിഞ്ഞാറേക്കവലയൊക്കെ. നെടുങ്കണ്ടം ടൗൺ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ ടൗണാണ് കേട്ടോ, നമ്മുടെ കട്ടപ്പന പോലെ കുഴിയിലല്ല. നെടുങ്കണ്ടത്തെ ഫെറാനപ്പള്ളിയുടെ ഒരു കുരിശുപള്ളി ഇവിടെ ഈ കവലയിലുണ്ട്. നെടുങ്കണ്ടം ടൗണിൻ്റെ സെൻട്രലിലുള്ളൊരു വെയിറ്റിംഗ് ഷെഡാണത്. നെടുങ്കണ്ടം ടൗണ് അങ്ങോട്ടേക്ക് ഇച്ചിരി സൂര്യൻ്റെ ചായ്വ് ലൈറ്റിങ് കിട്ടിയപ്പം കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാം. ഈ ഒരു ഭാഗത്ത് ഗുഡ്വില്ലിൻ്റെ ഷോപ്പും അതൊക്കെ വന്നപ്പോൾ ഇവിടെ കുറച്ച് നല്ല മാറ്റമായി കേട്ടോ, ടൗൺ ഇങ്ങോട്ട് മാറിയതുപോലെ. കോട്ടയം വണ്ടിയാണ്. നേരെ മുന്നോട്ട് കിടക്കുന്ന റോഡിന് പോയാൽ കഴിഞ്ഞാൽ നമുക്കിനി ഉടുമ്പൻചോല, പൂപ്പാറ, അതുപോലെ മൂന്നാർ, രാജകുമാരി, അടിമാലി, രായക്കാടെല്ലാം പോകാം. ബസ് സ്റ്റാൻഡ് അവിടെ നമുക്കൊന്ന് കയറിയിട്ട് വരാം. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും ഒക്കെ ബസ്സുള്ളതാണേ. അതുപോലെ കോട്ടയം, ചങ്ങനാശ്ശേരി, കട്ടപ്പന എല്ലാ മേഖലയ്ക്കും, റേഞ്ചിൻ്റെ എല്ലാ മേഖലയ്ക്കും ബസ്സുണ്ട്. ഇവിടുന്ന് കണ്ണൂർ ഇരിട്ടി ബസ് വരെയുണ്ട് വൈകുന്നേരം. നെടുങ്കണ്ടം കിഴക്കേ നടയാണിത്. കൃഷ്ണൻ്റെ അമ്പലവും തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുസ്ലിം ദേവാലയവും നമുക്ക് കാണാം. ആൽമരം ഇങ്ങനെ ഇലയെല്ലാം പൊഴിച്ച് തളുത്തു നിൽക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഈ ദേവാലയങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാവേ. ഈ കാണുന്നതാണ് നെടുങ്കണ്ടം കല്ലാറ്റിലെ മിനി വൈദ്യുതി ഭവൻ. അതായത് നമ്മുടെ രാമക്കൽമേട്ടിൽ നിന്നുമൊക്കെ കാറ്റാടിയിൽ നിന്നുമൊക്കെ ഉണ്ടാക്കുന്ന കറണ്ട് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നുമാണ് മറ്റു പല ഭാഗത്തേക്കും മാറ്റി കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ നെടുങ്കണ്ടം കല്ലാറാണ്. കല്ലാറ് ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. ആ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു നല്ല കാഴ്ചയാണ്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അക്കരയ്ക്ക് ഒരു ചെറിയ തൂക്കുപാലം പോലത്തെ ഒരു പാലമുണ്ടേ. ആ നമ്മളെ തൂക്കുപാലം റൂട്ടിലേക്കും താന്നിമൂട് റൂട്ടിലേക്കൊക്കെ പോകുന്നൊരു വഴിയാണത്. കല്ലാറ് ഡാം, ഇടുക്കി ഡാമിലേക്കൊക്കെ ഇവിടുന്ന് കുറേയധികം ജലം എത്തുന്നുണ്ട് കേട്ടോ. ഒരു അരളിച്ചെടിയൊക്കെ നിൽക്കുന്ന കേട്ടോ, പൂക്കളൊക്കെ ഇട്ടെങ്ങനെ. ഇപ്പോൾ അരളിച്ചെടിയൊന്നും ആരും വെച്ചങ്ങനെ പിടിപ്പിക്കുന്നില്ല.
കല്ലാറ് പാലം. ഇതിൻ്റെ അക്കരെ കയറി കഴിഞ്ഞാൽ നേരെ പോയാൽ നമുക്ക് ഇരട്ടയാറ്, കൗന്തി, പാമ്പാടുംപാറ ആ റൂട്ടിലൊക്കെ പോകാം. ഇടത്തോട്ട് തിരിഞ്ഞാൽ തൂക്കുപാലം റൂട്ടിലും പോവാം. ഇപ്പോൾ നെടുങ്കണ്ടത്തേക്കുള്ള ഒരു അൽഫോൺസ ബസ് കട്ടപ്പനയിൽ നിന്നും വരുന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ കണ്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇടുക്കി ജലാശയത്തിലേക്കൊക്കെ ഇരട്ടയാറ് ഭാഗത്തേക്ക് തുരങ്കത്തിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നത്. ഇതിൻ്റെ താഴെയാണ് തുരങ്കമൊക്കെ ഉള്ളത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ആ തുരങ്കമൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലോങ്ങസ്റ്റിലെ ആ പാലം കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അങ്ങ് മുകളിൽ നിന്നും നമ്മുടെ താന്നിമൂട് ഭാഗത്തു നിന്നൊക്കെ ഉള്ള വെള്ളം ഇതുവഴി വരുന്നതാണേ. എല്ലാ ഭാഗത്തു നിന്നും കൂടെ വരുന്ന ജലം ഒന്നിച്ചു കൂടി ഈ ഒരു കനാലിൽ കൂടെയാണ് ഇരട്ടയാർ ഡാമിലേക്കുള്ള തുരങ്കത്തിലേക്ക് പോകുന്ന വെള്ളം. ഇവിടെയൊക്കെ ഒരുപാട് മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നൊരു മേഖലയാണ്. നമുക്ക് ഈ വഴിക്ക് പോയിട്ട് താന്നിമൂട് ഭാഗത്ത് കുറച്ച് കാഴ്ചകളുണ്ട്, അതും കൂടെ കണ്ടുവരാം. ഇവിടെയൊക്കെ റോഡിൻ്റെ പണിയേ ഏകദേശം തീർന്നിട്ടുണ്ട്. അവിടെ ഒരു പള്ളിയൊക്കെ കാണാം, ഒരു മലങ്കരപ്പള്ളി. ഈ റോഡിൻ്റെ പണി മൊത്തമായിട്ട് തീർന്നിട്ടില്ല, സൈഡ് വർക്കുകളൊക്കെ ഇനിയുണ്ട് കേട്ടോ. ദൂരെ അവിടെ ഒരു ചെറിയ ആർച്ച് പാലമൊക്കെ കാണാവേ. മഴക്കാലത്തൊക്കെ അക്കരെയുള്ള വീടുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർച്ച് പാലമാണ്. അതൊരു പ്രത്യേക ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴേ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ആ ഒരു വീടും അതിൻ്റെ അപ്പുറത്തൊരു വലിയ മലനിരയൊക്കെ കണ്ടോ. ഒരു പ്രത്യേക ഗ്രാമഭംഗി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുവേ. ശരിയല്ലേ നോക്കി. അപ്പം നമ്മൾ താന്നിമൂട് ഭാഗത്തേക്ക് എത്തിയേ. അവിടെ ഒരു ലോറിയാലേ തടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ടോ. കട്ടിങ്സൊക്കെ അവർ ചുമന്ന് കയറ്റുന്നുണ്ടോ. ആ ഒരു വലിയ തടി അവർ തോളയിലോട്ട് വലിച്ച് കയറ്റി കേട്ടോ. അത് കൊണ്ടുപോകുന്നുണ്ടോ. ആ ലോറിയെ തടി കയറ്റുന്ന ഒരു സീൻ നമുക്ക് ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കിട്ടി കേട്ടോ. അവരപ്പുറത്തോടെ പോയി ചുമന്നുകൊണ്ട് വന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് അത് അടുക്കി വെച്ച് പിന്നെ കെട്ടി നല്ല സെറ്റപ്പാക്കി അത് പെരുമ്പാവൂരേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ടേ, താന്നിമൂട് കവല. ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയാൽ നമുക്ക് തൂക്കുപാലം, രാമക്കൽമേട് ആ ഭാഗത്തേക്കൊക്കെ പോകാവേ. അതുപോലെ ഇവിടെ ഒരു അത്തി നിൽപ്പുണ്ട്, നല്ല തണലാണ്. ഇതിൻ്റെ ചുവട്ടിലൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാം നമുക്ക് കേട്ടോ. അത്തിയിൽ കായ് ഇങ്ങനെ ഒറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അടിവെട്ട് മുടി വരെ എന്ന് പറഞ്ഞ പോലെ അത്തിക്കായ് വേണോ. അത്തിക്ക പക്ഷെ പഴുത്തിട്ടില്ല. പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം പറിച്ച് തിന്നാനേ. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ, കല്ലാറ്റിന്നേ. ഇവിടെ ഒരു മൂന്നും കൂടിയ കവല. ഈ കവല തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ താന്നിമൂട് പാലം. ഈ പാലം കടന്ന് നമുക്ക് നേരെ നെടുങ്കണ്ടം ഭാഗത്തേക്കും കോമ്പയാറ് ഭാഗത്തേക്കും ഉടുമ്പൻചോല ഭാഗത്തേക്കും ഒക്കെ പോകാവേ. ഈ ഒരു ഭാഗം ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അക്കരെ ആ ഒരു വീടൊക്കെ കണ്ടോ. നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് കോട്ടയത്ത് നിന്നുമുള്ള. ഇവിടെ ഒരു ഓൾഡ് പാലവും ഉണ്ട് കേട്ടോ. ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പാലം. ഈ കോമ്പയാർ ഭാഗത്തു നിന്നുമൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഇതുവഴി ഒഴുകി അവിടെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട്. അതും കഴിഞ്ഞ് താഴേക്ക് പോയിട്ടാണ് നമ്മുടെ ഇരട്ടയാർ ഡാമിലേക്കും അവിടുന്ന് തുരങ്കത്തിലേക്കും പിന്നെ ഇടുക്കി ജലാശയത്തിലേക്കും ഒഴുകിയെത്തുന്നത്. ഇവിടെ എവിടെ നമ്മൾ ഫ്രെയിം വെച്ചാലും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൊത്തത്തിലുള്ള കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ദൂരം തന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്നു നോക്കുന്നത് നെടുങ്കണ്ടത്തിനടുത്തുള്ള താന്നിമൂട് പാലത്തേലാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ.